ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചില ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിനെ പരിചയപ്പെടുകയാണ്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് റാഡിക്കലും മെറ്റലുമായിട്ട് ഒരു ഡയറക്റ്റ് ബോണ്ട് ഉണ്ടായിരിക്കണം. ഓർഗാനിക് പാർട്ടിലെ കാർബൺ ആറ്റവും മെറ്റലുമാണ്. ഒരു മെറ്റൽ കാർബൺ ബോണ്ടാണ് ഓർഗാനോ മെറ്റാലിക്സിൽ എസെൻഷ്യലായിട്ട് ഉണ്ടാവേണ്ടത്. ഇതിൻ്റെ ബോണ്ടിങ് വെച്ചിട്ട് ഇതിൻ്റെ ഓർഗാനോ മെറ്റാലിക് പാർട്ടും മെറ്റലും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം: സിമ്പിൾ കോമ്പൗണ്ട്സ് ആൻഡ് മിക്സ്ഡ് കോമ്പൗണ്ട്സ്. സിമ്പിൾ കോമ്പൗണ്ട്സിൽ നമുക്ക് ഓർഗാനിക് റാഡിക്കലും മെറ്റലും മാത്രം, അതല്ലെങ്കിൽ ചില കേസിൽ ഹൈഡ്രജനും കൂടി കാണും. അങ്ങനെയുള്ള ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഒരു ആൻറ്റി നോക്കിംഗ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്ന ലെഡ് ടെട്രാ ഈഥൈൽ അല്ലെങ്കിൽ ടെട്രാ ഈഥൈൽ ലെഡ്. അതിൽ 4 C2H5 ഗ്രൂപ്പും ഒരു ലെഡ് ആറ്റവും. അതുപോലെ മിക്സ്ഡ് എക്സാമ്പിളാണ് നിങ്ങളുടെ ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് അഥവാ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറയും, RMgX. അതിൽ 6 എക്സാമ്പിളായിട്ട് നമ്മൾ CH3 ആൽക്കൈൽ റാഡിക്കൽ കൊടുത്തു, മെഗ്നീഷ്യം കൊടുത്തു, X ഒരു ക്ലോറിൻ ആറ്റം. സോ ഇവിടെ നമ്മുടെ എസെൻഷ്യലായിട്ടുള്ള കാർബൺ മെറ്റൽ ബോണ്ടുണ്ട്, മെഗ്നീഷ്യം കാർബൺ ബോണ്ടുണ്ട്. ഇൻ അഡീഷൻ ഒരു ഹാലജൻ ആറ്റവും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മിക്സ്ഡ് ടൈപ്പ് ഓഫ് ഓർഗാനോ മെറ്റാലിക് ആണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് മെറ്റൽ കാർബൺ ബോണ്ടിങ് നേച്ചർ അനുസരിച്ചാണ്, MC ബോണ്ടിൻ്റെ നേച്ചർ. ഈ MC ബോണ്ട് അയോണിക് ടൈപ്പ് ഉണ്ടാകാം. അയോണിക് ടൈപ്പ് വേണമെങ്കിൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് മെറ്റലായിരിക്കണം. ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം പോലുള്ള ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് ഓർഗാനിക് റാഡിക്കലുമായിട്ട് ചേർന്നിട്ടാണ് നമുക്ക് അയണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് C6H5 ബെൻസീൻ റിങ്ങിൽ ഒരു ഹൈഡ്രജൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഹൈഡ്രജൻ അയണൈസ് ചെയ്ത് കിട്ടിയാൽ ആ ഒരു സ്പീഷീസ് C6H5-, അതേപോലെ അതിൻ്റെ കൂടെ ഒരു Na+ ചേരുവാണെങ്കിൽ ഇതൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. പോസിറ്റീവ് നെഗറ്റീവ് ചാർജിൻ്റെ അട്രാക്ഷൻ കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യുന്ന മോളിക്യൂളാണ്. അടുത്തായിട്ട് നമുക്ക് കോവലൻ്റ് ടൈപ്പ് ഓഫ് MC ബോണ്ട് നോക്കാം. കോവലൻ്റ് ടൈപ്പ് നിങ്ങൾക്ക് അറിയാം, മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് ബിറ്റ്വീൻ ദ കമ്പൈനിങ് ആറ്റംസ് ആണ്. ഇവിടെ കാർബണും മെറ്റലും തമ്മിൽ ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്യുന്നു. അത് നിങ്ങൾക്കറിയാം, സിഗ്മ ബോണ്ടഡും പൈ ബോണ്ടഡും ഉണ്ട്.